ഉപചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഹജ്ജിന് നടന്നു പോകുന്ന സന്ദർഭത്തിൽ വഴിതെറ്റി പോവുകയും ആ സന്ദർഭത്തിൽ മരണപ്പെട്ടവരെ വിളിച്ച് സഹായം തേടിയതായി ഇമാം ഇബ്നു കസീർ ബിദായയിൽ പറയുന്നുണ്ടല്ലോ. വഴിതെറ്റിയാൽ ഇങ്ങനെ വിളിച്ചു തേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചതായി സഹിയായ ഹദീസിലും കാണാം. യാ ഇബാദല്ലാഹ് അഗീസൂനി എന്ന്. മൗലവിക്ക് എന്ത് പറയാനുണ്ട്? മൗലവിക്ക് കുറെ പറയാനുള്ളത്, ഒന്ന്, അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഹജ്ജിന് പോകുമ്പോ വഴിതെറ്റിയപ്പോ മഹാത്മാക്കളായ ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിച്ചുവെന്ന് ഇബ്നു കസീറിലുണ്ട് എന്നാ പറഞ്ഞ്. പച്ച കളവാണ്. അങ്ങനെ ഇബ്നു കസീറിലില്ല. പിന്നെന്തുണ്ടായി? ആ റിപ്പോർട്ട് തന്നെ നേരാണെങ്കിൽ അതിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ ഹജ്ജിന് പോകാറുണ്ട്. ഒരിക്കലും ഇങ്ങനെ നടന്ന് ഹജ്ജിന് പോകുമ്പോ വഴി അറിയാതായപ്പോ, നമ്മളുടെ ഒരു സ്ഥലത്ത് കൂടി നടന്നു പോകുമ്പോ വഴി അറിയില്ലെങ്കിൽ വഴി അറിയുന്നവരാരെങ്കിലും ഉണ്ടോ എന്നൊരു വിളി വിളിച്ച്, ആരാണ് കേൾക്കണമെങ്കിൽ വന്നിട്ട് വഴി കാണിച്ചു കൊടുക്കണം. പരിചയമില്ലാത്ത നാടാണ്. അങ്ങനെ അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി അവിടെ വഴി ശരിക്കും മനസ്സിലാവുകയും ചെയ്തു. ഇതേ ബിദായയിൽ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ സനദോ മറ്റു കാര്യങ്ങളോ ഒന്നും പരിശോധിക്കാതെ തന്നെയാണ് ഈ പറയുന്നത്. ഉണ്ടെങ്കിൽ തന്നെ യാതൊരു കുഴപ്പമില്ല. പക്ഷേ അത് മരണപ്പെട്ട ഒരാളെയും വിളിച്ച് പ്രാർത്ഥിച്ചതായിട്ട് അവിടെ രേഖയില്ല. പിന്നെ പറഞ്ഞ ഇങ്ങനെ വല്ലതും സംഭവിച്ചാൽ ചെയ്യാൻ മുത്തനബി പറഞ്ഞിട്ടുണ്ടെന്നാ. യാ ഇബാദല്ലാഹ് അഗീസൂനി, കള്ള ഹദീസ്. എത്ര വാറോല ലോകത്തുണ്ടാക്കിയെന്നറിയോ? നിങ്ങൾക്കറിയോ? ലക്ഷക്കണക്കിന് ഹദീസിന്റെ അടിച്ചു വിട്ടിട്ട് ഇറാഖിന്റെ പേര് തന്നെ പണ്ഡിതന്മാർ കൊടുത്താൽ എന്താ? ദാറുൽ വെറുതുന. നോട്ടടിക്കും പോലെ ഹദീസ് ഇങ്ങനെ ഇത്തിരിയായിട്ട് ഹദീസിന് പുറത്തിറങ്ങിയാൽ പിന്നെ 4 അയലത്ത് ചുറ്റിങ്ങോട്ട് തിരിച്ചു വരുമ്പോഴേക്ക് 2 കിലോമീറ്റർ നീളത്തിലെ ഹദീസ് വരെയാണ് അവിടെ ചരിത്രത്തിൽ പറയുന്നത്. അങ്ങനെയുള്ള എത്ര കള്ളത്തരങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെന്നറിയോ? അതുകൊണ്ട് തന്നെ യാ ഇബാദല്ലാഹ് അഗീസൂനി, നിങ്ങൾ എവിടെങ്കിലും പെട്ടാൽ യാ ഇബാദല്ലാഹ് അഗീസൂനി എന്ന് വിളിച്ചോളിൻ എന്ന് പറയുന്ന ആ സംഭവം ദഈഫാണ്, അത് ദുർബലമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വിഷയത്തിൽ ആ ഹദീസ് കൂടി വേണമെങ്കിൽ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അത് തൊബ്രാനിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള. അതിന്റെ മുഴുവൻ കേട്ടോളൂ. ഇദാ അവല്ലാഹദുക്കും ഷൈഅൻ, നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വഴിപിഴച്ചാൽ, ഔ അറാദഹദുക്കും ഗൗസൻ, നിങ്ങൾ വല്ല സഹായം ഉദ്ദേശിച്ചാൽ, വഹുവ ബിഅർദിൻ ലൈസ ബിഹാ അനീസുൻ ഫൽയഖുൽ യാ ഇബാദല്ലാഹ് അഗീസൂനി അഗീസൂനി, എന്നെ സഹായിക്കേ എന്ന് പറയാ. അവിടെ നിന്നും ആരാ കേൾക്കണമെങ്കിൽ അവർ വന്നോട്ടെ എങ്കിൽ ഹദീസ് ശരിയാണെങ്കിലും ഉണ്ടാവുള്ളൂ. നമ്മളൊരു സ്ഥലത്ത് അപകടത്തിൽപ്പെട്ടാൽ മണ്ടിയരേ എന്ന് പറയും, എന്നെ രക്ഷിക്കുവേ എന്ന് പറയും. ആരോടെയുമില്ല, കേൾക്കണവർക്ക് ആർക്കും വന്നിട്ട് രക്ഷപ്പെടുത്താം. അതിലപ്പുറം മരണപ്പെട്ടു പോയ മഹാത്മാക്കളെയോ അമ്പിയാക്കളെയോ ഔലിയാക്കളെയോ വിളിച്ചുവന്നോ വിളിക്കാനോ ഇനി ഹദീസ് സഹിയാൻ ആരെങ്കിലും ഉരുണ്ട് പെരണ്ട് ഒപ്പിച്ചാൽ തന്നെ അത് തെളിവല്ല. ഹദീസാണെങ്കിൽ അത് തൊബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസ് ലഈഫുമാണ് എന്ന് പണ്ഡിതന്മാർ വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ സനദിലുള്ള വ്യക്തികൾ അബ്ദുറഹ്മാൻ ഇബ്നു സുറൈഖ് അതേപോലെയുള്ള ആളുകളെ പറ്റിയൊക്കെ മുസ്ലിം ലോകത്ത് ഹദീസ് നിരൂപക ശാസ്ത്രം അറിയാവുന്ന പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ആവർത്തിക്കുന്നു, ഇത് ബുഖാരിയോ മുസ്ലിമോ സഹീഹായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളോ ഒന്നും തന്നെ സഹീഹായ നിലക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്ത ഒരു വാറോല മാത്രമാണ്. ഇത്തരത്തിലുള്ള വാറോലകളിലാണ് മുസ്ലിയാക്കന്മാർ ജനങ്ങളെ തളച്ചിട്ടുകൊണ്ട് അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ സത്യം ബോധ്യമാകുന്നു. പടച്ചവനോടല്ലാതെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഫലമില്ല, പ്രാർത്ഥിക്കുവാനും പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു.